യുവ നേതാക്കൾക്ക് വളരെ വലിയ രീതിയിൽ പ്രോത്സാഹനം നൽകുന്നു വി ഡി സതീശൻ. പക്ഷേ ഈ പ്രോത്സാഹനം വാങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലും കെ സി വേണുഗോപാലിലേക്ക് പോകുന്നുണ്ട് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ തന്നെ ആ ഒരു പക്ഷത്തേക്ക് ചായുന്നു. കാരണം രാഹുൽ ഗാന്ധിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളാണ്, അല്ലെങ്കിൽ എല്ലാ വിധത്തിലും സ്വാധീനമുള്ള ആളാണ് കെ സി വേണുഗോപാൽ. അദ്ദേഹം ഹൈക്കമാൻഡിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് പലതരത്തിൽ പാർട്ടിക്കുള്ളിൽ ഒരു അധികാര വടംവലിക്ക് ഒപ്പം തന്നെ ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യരാക്കുന്ന തരത്തിലേക്കും ഇതിപ്പോൾ ഇതുവരെ രാജിക്ക് തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഇത് ഉണ്ടാക്കുന്ന ഡാമേജ് പാർട്ടിക്ക് അകത്തും പുറത്തും ഒരുപോലെ കോൺഗ്രസിനെ ബാധിക്കില്ലേ? തീർച്ചയായിട്ടും ബാധിക്കും. കോൺഗ്രസിന് അല്ലെങ്കിൽ തന്നെ ഐക്യമില്ല, കെട്ടുറപ്പില്ല. കോൺഗ്രസിൻ്റെ ഇപ്പോൾ പണവുമില്ല. അഖിലേന്ത്യാ തലത്തിൽ ഇന്ദിരാഗാന്ധിയെ പോലെ തലയെടുപ്പുള്ള നേതാക്കളുമില്ല. ഇങ്ങനെ ഒരുപാട് പരാധീനതകളുണ്ട്. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ദുർബലമാണ്. ഇപ്പോൾ സി പി എമ്മിന് ഇതൊരു സുവർണ്ണ അവസരമായിട്ട് മാറിയെന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ സി പി എമ്മിൻ്റെ പ്രചരണ സംവിധാനം വളരെ ശക്തമാണ്. അതെ, അവരുടെ കേഡറുകൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും ഇതുപോലുള്ള പ്രചരണം നടത്താൻ സന്നദ്ധരാണ്. ഇപ്പോൾ ഇയാളുടെ പേരിൽ ഒരു ആരോപണം വന്നാൽ അത് നാട് ഒട്ടുക്ക് പാടി പൊലിപ്പിക്കാനായിട്ട് നിരവധി അനവധി പാണന്മാർ സി പി എമ്മിലുണ്ട്. അതെ, അവരത് നോക്കിക്കോളും. ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. വളരെ ശക്തമായ രീതിയിൽ ഇങ്ങനൊരു നിലപാടിലേക്ക് പോവുകയാണ് സി പി എം മാത്രമല്ല ബി ജെ പി ഉണ്ട് മറുഭാഗത്ത്. അപ്പോൾ അതിനിടയിലാണ് ഇവർ ഈ ആരോപണമായിട്ട് മുന്നോട്ട് വന്നത്.